നമസ്കാരം. ഇന്നലെ RSSന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭായോഗം നാഗ്പൂരിൽ ആരംഭിച്ചിരുന്നു. നാളെ വരെ നീളുന്ന യോഗം രേംഷി ഭാഗിലെ സ്മൃതി ഭവനിലാണ് ചേർന്നിരിക്കുന്നത്. ഈ യോഗത്തിൽ മണിപ്പൂരും സന്ദേശ് ഖാലിയും പഞ്ചാബും ഹരിയാനയും ഒക്കെ ഒരേ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർഷക പ്രക്ഷോഭത്തിന്റെ മറവിൽ രാജ്യത്ത് വീണ്ടും അരാജകത്വം പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള അഭിപ്രായം യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സനാതന ധർമ്മ വിവാദവും മറ്റും അടിക്കടി ഉയരുന്നത് നമ്മുടെ രാജ്യത്തിന് വലിയ നാണക്കേടാണ് സമ്മാനിക്കുന്നത്. ദക്ഷിണേന്ത്യയെ വെട്ടിമുറിക്കുന്ന വിഘടനവാദ പ്രശ്നം അല്ലെങ്കിൽ ജാതി സെൻസസ് എന്ന വിഷയത്തിലും മറ്റും വളരെ സെൻസിറ്റീവായി ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയം കളിക്കുക വഴി രാജ്യത്ത് അനൈക്യം ഉണ്ടാവാൻ മാത്രമേ അത് ഉപകാരപ്പെടുകയുള്ളൂ എന്നുകൂടി ഈ പ്രതിനിധി സഭായോഗത്തിൽ ഒരു അഭിപ്രായം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം RSS നേതൃത്വം അതിന്റെ കേഡർമാർക്ക് നൽകിയിട്ടുമുണ്ട്. സ്വയം സേവകർ രാജ്യത്ത് 100% പോളിംഗ് ഉറപ്പാക്കാൻ എല്ലാ സഹായ സഹകരണവും ജനങ്ങൾക്ക് നൽകണം എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ശാഖകൾ സംബന്ധിച്ച വിലയിരുത്തലുകളും പ്രതിനിധി സഭയിൽ ഉണ്ടായി. ശതാബ്ദിയോടുകൂടി രാജ്യത്ത് 1 ലക്ഷം ശാഖകൾ എന്ന ലക്ഷ്യമാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. 2018 ഇതിനു മുൻപ് നാഗ്പൂർ RSSന്റെ പ്രതിനിധി സഭയ്ക്ക് വേദിയായത്. 1529 പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അതിനോടൊപ്പം തന്നെ 32 വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളും യോഗത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ഈ പ്രതിനിധി സഭാ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനോടൊപ്പമാണ് ഈ സ്വയം സേവകർക്ക് അല്ലെങ്കിൽ RSSന്റെ കേഡർമാർക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 100% പോളിംഗ് ഉറപ്പാക്കാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കണം നിങ്ങൾ എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.